ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു. ഇനി എങ്ങാനും കാണാം, ഫാമിലി ആയിട്ടിരിക്കുക, അല്ല വലിയ ഇതില്ല. മൈ ബോസ് ലെവൽ എത്തിയില്ലെങ്കിലും കൊള്ളാം, നല്ല പടം. ബോറടിച്ചങ്ങ് ഉറങ്ങും മാതിരിയുള്ള സിനിമ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടും ഈ സിനിമ, നന്നായിട്ട് കയറി വരും എന്നുള്ള രീതിയിലാണ്. ആദ്യം ഒരുമാതിരി തോന്നുമെങ്കിലും പിന്നെ സാധാരണ ത്രില്ലർ പടങ്ങളുടെ ആളാണല്ലോ പുള്ളി. അപ്പോൾ ഈ ത്രില്ലർ ഫണ്ണും കൂടി ഒന്നിച്ച് ചേർന്ന ഒരു സെറ്റായില്ല. നല്ലായിരുന്നു, ചിരിച്ച് മരിക്കും. കോമഡിയാണ്, നന്നായിട്ടുണ്ട്. കണ്ടന്റ് ആയിരുന്നു, അത്രേ ഉള്ളൂ. കൊള്ളാം, കോമഡി ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. വേറെ വലുതായിട്ടൊന്നും ഇല്ല. കാണാം, ഫാമിലി ആയിട്ടിരിക്കുക, അല്ല വലിയ ഇതില്ല. വളരെ ഇൻട്രസ്റ്റിംഗ്. മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫൺ റൈഡ്, ഒരു ത്രില്ലർ കോമഡി. കൊള്ളാം, തമാശ. കോമഡിയുണ്ട്. ഫൺ മൂവി, നല്ലതാ. ചേട്ടാ കിടിലം പടം കേട്ടോ. ഞാൻ സംഭവം എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവൽ എത്തിയപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഇതും പോയി കാണുമെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഇൻ്റർവൽ കഴിഞ്ഞ് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സിനിമ തീരും വരെ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. കിടിലം വെച്ചാൽ വേറെ കിടിലം. ജീത്തു ജോസഫിൻ്റെ ഇത്ര ഒരു കോമഡി പടം പ്രതീക്ഷിച്ചില്ല. മൈ ബോസ് ലെവൽ എത്തിയില്ലെങ്കിലും കൊള്ളാം, നല്ല പടം. റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, വർത്ത് വാച്ചിങ്. പക്ഷേ ഇത് പുള്ളിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ത്രില്ലർ എടുക്കുന്ന അത് തന്നെയാണ് പുള്ളിയുടെ പറ്റിയെന്നുള്ള ഇതാണ്. കാരണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഭയങ്കരമായിട്ട് ലാഗിങ്, നമ്മളങ്ങ് ബോറടിച്ചങ്ങ് ഉറങ്ങും മാതിരിയുള്ള സിനിമ. കോമഡി കണക്റ്റ് അല്ല, എന്തോ ഒരു നോർമലി നമ്മൾ മലയാളത്തിൽ പറയാത്ത രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ ആ കഥ അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. സെക്കൻഡ് ഹാഫ് കുറേ കൂടെ എൻഗേജ്ഡ് ആയിട്ട് തമാശകളൊക്കെ കുറേ സിറ്റുവേഷൻ കോമഡി നിറച്ച് വെച്ചിട്ടുള്ള അതാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ സിനിമ ഒരു പാതി വഴി നിർത്തിയിട്ടാണ് സിനിമ തീർന്നത്. നല്ല സസ്പെൻസും കോമഡിയും കൂടി ചേർത്തിണക്കി സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. സാഹചര്യത്തിന് അനുയോജ്യമായ അഭിനയമാണ് എല്ലാവരുടെയും. പടം നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്തൊരു നല്ല ത്രില്ലർ എന്നുള്ള രീതിയിൽ കാണുന്നുള്ളത്. നല്ല കോമഡി ആയിട്ടുള്ള ത്രില്ലറാണ്. ഒരുപാട് നാൾ ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് അതിനകത്ത് ബേസിലും ഗ്രേസ് ആൻ്റണിയും ബൈച്ചാണ്ടൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇൻ്റർവൽ ശേഷമുള്ള പഞ്ചും കാര്യങ്ങളും ആ സസ്പെൻസ് എലമെൻസ് ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടും ഈ സിനിമ, നന്നായിട്ട് കയറി വരും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, അത്ര ഒരു ട്രാക്ക് മാറ്റിയിട്ട് അത്ര പോരാ, ഒരു സെറ്റായില്ല. കുഴപ്പമില്ല, കൊള്ളാം, സൂപ്പറായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. കോമഡി ആയിരുന്നു. അങ്ങ് കണ്ട് ആദ്യം ഒരുമാതിരി തോന്നുമെങ്കിലും പിന്നെ അങ്ങോട്ട് പോകും തോറും സിനിമ സൂപ്പറായിരുന്നു. ബേസിലിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല, കിടുവായിരുന്നു, സൂപ്പറായിരുന്നു. പടം നല്ല അടിപൊളിയായിരുന്നു, കോമഡി പടമായിരുന്നു. മെയിനായിട്ട് പറയേണ്ടത് ബേസിൽ ജോസഫിൻ്റെ അഭിനയമാണ്. അതുപോലെ ജീത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ ഒരു സാധാരണ ത്രില്ലർ പടങ്ങളുടെ ആളാണല്ലോ പുള്ളി. അപ്പോൾ ഈ ത്രില്ലർ ഫണ്ണും കൂടി ഒന്നിച്ച് ചേർന്ന ഒരു മൂവിയാണ്. അതുപോലെ ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല ഫണ്ണായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ റൈറ്ററിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കൂമനും 12th മാനൊക്കെ അതിന് വേണ്ടി എഴുതിയ ഒരാളാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയം, അതിൻ്റെ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു. ഇനി എങ്ങാനും ഇത് ക്രൈം പോലെ അതുപോലെ ആവും. പിന്നെ ജിത്തു ജോസഫ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വരും. പക്ഷേ തീർച്ചയായിട്ടും ഒരു കോമഡി പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു ദിവസം ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതായത് പാരലായിട്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ അവരെല്ലാം കണ്ടുമുട്ടുന്നതും പിന്നെ അവസാനം അതെങ്ങനെ അൺഫോൾഡ് ചെയ്ത് അവസാനം എങ്ങനെ ചെന്നെത്തുന്നു എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കുറച്ച് പേര് ഒരു കള്ളങ്ങൾ പറയേണ്ടി വരുന്നു, പിന്നെ കള്ളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, പിന്നെ അതിന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കണ്ടു. കാരണം നമുക്ക് ആ ഒരു ഫുൾ ഒരു കോമഡി ആ ഒരു പേസിലുള്ള ട്രാക്കിലേക്കാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്കും കുറച്ചൊരു ഡൗൺ ആയിപ്പോയി. പിന്നെ അവസാനം ആ ഒരു കോമഡി ട്രാക്ക് തന്നെ ആണോ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കൊരു സംശയമുണ്ടായി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ റൈറ്ററും ഡയറക്ടറും ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലറൊക്കെ ഒത്തിരി എടുത്ത് എഴുതിയതും സംവിധാനം ചെയ്തുള്ള വ്യക്തികളായതുകൊണ്ട് ഇനി ക്രൈമിലേക്ക് പോകുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. കാരണം തീർച്ചയായും ഇനി ചിലപ്പോൾ ഇങ്ങനെ കൊണ്ട് നിർത്തിയ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ഒരു രണ്ടാം ഭാഗം എനിക്കുള്ള സ്കോപ്പിലേക്കാണ് പോകുന്നതെന്നൊക്കെ തോന്നി. പക്ഷേ വീണ്ടും അതൊരു കോമഡി പേസിലേക്ക് പോയി. പക്ഷേ വീണ്ടും ഒരു സ്കോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സിനിമയിൽ ആ ബേസിൽ ഒരു കാര്യത്തിന് അന്വേഷിച്ച് നടക്കുകയാണ്, ആ ഒരു സംഭവം കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കഥ. അപ്പോൾ അവസാനം അങ്ങനെയാണ് ഈ സിനിമ ഇങ്ങനെ അവസാനിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും തമാശകളൊന്നും ഭയങ്കരമായിട്ടൊന്നും വർക്കായില്ല എനിക്ക് വ്യക്തിപരമായിട്ട്. കുഴപ്പമില്ല, ഒരു 1 ടൈം വാച്ച് നമുക്ക് കണ്ടിരിക്കാം.